ടൂർ പ്ലാനിംഗ് മുതൽ തിരിച്ചെത്തുന്നതുവരെ ഒരു പ്രൊഫഷണൽ ടൂർ എക്സിക്യൂട്ടീവിന്റെ സേവനം നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. റോയൽ കേരള ഹോളിഡേയ്സ്, കൊച്ചിൻ ആൻഡ് പുനലൂർ. നമസ്കാരം, ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. ഒരു പാവം വിദ്യാർത്ഥിയുടെ പകുതി വസ്ത്രങ്ങൾ മാറ്റിയ ശേഷം കട്ടിലിൽ കെട്ടിയിട്ട് മൂർച്ചയേറിയ ഡിവൈഡർ ഉപയോഗിച്ച് ശരീരം മുഴുവൻ കുത്തി ദ്വാരങ്ങൾ ഉണ്ടാക്കുക. ആ മുറിവുകളിലേക്ക് ലോഷൻ ഒഴിക്കുക. ഈ കുട്ടിയുടെ ലിംഗത്തിന് മുകളിൽ കിലോ കണക്കിന് ഭാരമുള്ള ഡംബലുകൾ കയറ്റി വെക്കുക. കണ്ണിലും വായിലും ചെവിയിലും ദേഹത്ത് മുഴുവൻ നീറുന്ന ലോഷനുകൾ ഒഴിക്കുക. രാത്രി മുഴുവൻ മാറി മാറി വരുന്ന റാഗിംഗ് സംഘങ്ങൾ ഇങ്ങനെ ഒരു വിദ്യാർത്ഥിയെ കൊല്ലാക്കൊല ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെ റാഗിംഗ് ചെയ്യുന്നതിൻ്റെ കാരണം ഇപ്പോൾ പിടിക്കപ്പെട്ട സാമുവൽ, ജോൺ, രാഹുൽ രാജ്, റിജിൽ, വിവേക്, ജീവ എന്നീ ഇടതുപക്ഷ വിദ്യാർത്ഥി നേതാക്കൾക്ക് മദ്യപിക്കാനും ലഹരി ഉപയോഗിക്കുവാനും പണം നൽകാൻ വിസമ്മതിച്ചു എന്നതുകൊണ്ടാണ്. ആ പാവം പയ്യന്റെ കയ്യിൽ പണം ഉണ്ടായിരുന്നില്ല. ഇത്തരം കൊടും ക്രൂരതകൾ കാണിച്ച് ഇവരെ എന്താണ് ചെയ്യേണ്ടത്? നിർഭാഗ്യവശാൽ ഇവരെ പ്രസവിച്ചു പോയ അമ്മയോടും വളർത്തിയ അച്ഛനോടും നിങ്ങൾ മനുഷ്യരാണെങ്കിൽ ഇനി ഈ നീച ജന്മങ്ങളെ സ്വന്തം മക്കളായി അംഗീകരിക്കരുത്, സ്നേഹിക്കരുത്, വീട്ടിനുള്ളിൽ കയറ്റരുത്, ആഹാരം നൽകരുത്. ഈ പിശാചുക്കളുടെ നാട്ടുകാരോട് നിങ്ങളിൽ മനുഷ്യത്വം മരവിക്കാത്തവരുണ്ടെങ്കിൽ ഇവന്മാർ നാട്ടിലെത്തിയാൽ കല്ലെറിഞ്ഞ് തുരത്തണം. കുടിക്കാൻ പച്ച വെള്ളം പോലും നൽകരുത്. ബഹുമാന്യ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി സാറിനോട് ഈ ഗുണ്ടകളെ കേരളത്തിൽ നിന്നല്ല ഒരിടത്തും തുടർന്ന് പഠിക്കുവാൻ അനുവദിക്കരുത്. കാരണം ഇവർ വിദ്യാർത്ഥികളല്ല. ഈ നികൃഷ്ട ജന്മങ്ങളെ സംരക്ഷിക്കാൻ ശ്രമിച്ച കോട്ടയം ഗാന്ധിനഗർ നഴ്സിംഗ് കോളേജിലെ പ്രിൻസിപ്പൽ സുലേഖയെ, നിങ്ങൾക്ക് മക്കളുണ്ടാകില്ല. ഉണ്ടെങ്കിൽ തന്നെ അത് നിങ്ങൾ പ്രസവിച്ചതാകില്ല. കാരണം നൊന്ത് പ്രസവിച്ച ഒരമ്മയ്ക്കും കാണുവാൻ കഴിയാത്ത ഇത്തരം ക്രൂരത നിങ്ങൾ അറിഞ്ഞില്ലെന്നും കോളേജിന്റെ ഭാഗത്തു നിന്നും വീഴ്ച പറ്റിയിട്ടില്ലെന്നും പറയാൻ ഒരമ്മയ്ക്കും ഒരു അധ്യാപികയ്ക്കും പോട്ടെ ഒരു മനുഷ്യ സ്ത്രീക്കും കഴിയില്ല. പക്ഷെ നിങ്ങളത് പറഞ്ഞു. നിങ്ങൾ ഭയങ്കരിയായ ഒരു രാക്ഷസിയാണ്. വയനാട്ടിൽ ആഴ്ചകളോളം പട്ടിണിക്കിട്ട് കൊന്ന സിദ്ധാർത്ഥ് മനസാക്ഷി മനസ്സുകളിൽ നിന്നും മാഞ്ഞു പോയിട്ടില്ല. അതിനിടയിൽ വീണ്ടും ഒരു കൊല്ലാക്കൊല. കഴിഞ്ഞ 3 മാസങ്ങളായി ഇങ്ങനെ പീഡനം അനുഭവിച്ച ഈ പാവം വിദ്യാർത്ഥിയുടെ മാനസിക നില ഇനി എന്തായിരിക്കും? കടം വാങ്ങി മകനെ പഠിപ്പിക്കുന്ന പാവം അമ്മയെ എന്തു പറഞ്ഞാണ് ആശ്വസിപ്പിക്കുക? ഈ വിദ്യാർത്ഥി മോനെ കഴിഞ്ഞ 3 മാസങ്ങളായി കൊല്ലാൻ ശ്രമിച്ചവർ ഇടതുപക്ഷ വിദ്യാർത്ഥി രാഷ്ട്രീയ സംഘടനയുടെ സംസ്ഥാന ജില്ലാ നേതാക്കളാണ്. ഭാവിയിൽ സാംസ്കാരിക മലയാളത്തിന്റെ MLA മാരോ മന്ത്രിമാരോ ആയിത്തീരുന്നവർ. ഇവിടെ അങ്ങനെയാണ്. ക്രൂരതയുടെ വ്യാപ്തി കൂടുന്നതനുസരിച്ച് ഉന്നത സ്ഥാനം നൽകി ആദരിക്കുന്ന പ്രസ്ഥാനമാണ് CPM. ഉച്ചത്തിൽ പാട്ടുവെച്ച് ഒന്നുറക്കെ കരയാൻ പോലും അനുവദിക്കാതെ മനുഷ്യ ശരീരത്തിൽ മുറിവേൽപ്പിച്ച് ആ മുറിവുകളിൽ രാസവസ്തുക്കൾ ഒഴിച്ച് ലൈംഗിക അവയവങ്ങളിൽ ഭാരം കെട്ടിവെച്ച് മാസങ്ങളോളം ഒരു പാവം വിദ്യാർത്ഥിയെ കൊല്ലാക്കൊല ചെയ്ത ക്രൂരന്മാർക്ക് പ്രായത്തിന്റെ ഒരു പരിഗണനയും നൽകാതെ വിദ്യാർത്ഥി എന്ന യോഗ്യതയെ തിരസ്കരിച്ച് ഇനി ഒരിക്കലും പുറം ലോകം കാണാത്ത വിധത്തിലുള്ള കഠിനമായ ശിക്ഷകൾ ലഭിക്കുവാൻ വേണ്ടി കേരള ജനത ഒന്നാകെ മനസ്സുരുകി പ്രാർത്ഥിക്കുന്നു. കസ്റ്റമേഴ്സിന്റെ അഭിരുചിക്ക് അനുസരിച്ചുള്ള ഹോട്ടലുകൾ, വെഹിക്കിൾസ്, ഇന്ത്യയിലും വിദേശത്തും തെരഞ്ഞെടുക്കാനായി ഒട്ടനവധി ടൂർ പ്ലാനുകൾ. മികച്ച സേവനത്തോടൊപ്പം മിതമായ നിരക്കും ഉറപ്പു നൽകിക്കൊണ്ട് റോയൽ കേരള ഹോളിഡേയ്സ് നിങ്ങൾക്കരികിലുണ്ട്. ടൂർ പ്ലാനിംഗ് മുതൽ തിരിച്ചെത്തുന്നതുവരെ ഒരു പ്രൊഫഷണൽ ടൂർ എക്സിക്യൂട്ടീവിന്റെ സേവനം നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക റോയൽ കേരള ഹോളിഡേയ്സ്, കൊച്ചിൻ ആൻഡ് പുനലൂർ. ഫോൺ നമ്പർ 9074498578.